കോഴിക്കോട് എലത്തൂർ സീറ്റിനെ ചൊല്ലി NCP-യിലെ കലഹം അങ്ങനെ തുടരുകയാണ്. AK ശശീന്ദ്രൻ മത്സരിക്കരുതെന്നാവശ്യപ്പെട്ട് എലത്തൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രമേയം പാസാക്കി. ശശീന്ദ്രൻ സീറ്റിൽ കടിച്ചു തൂങ്ങരുതെന്ന് ബ്ലോക്ക് സെക്രട്ടറി അരവിന്ദൻ കാക്കൂർ 24-നോട് പറഞ്ഞു. ശശീന്ദ്രനെ അനുകൂലിച്ച് ചേർന്നത് വിമതയോഗമെന്ന് ജില്ലാ സെക്രട്ടറി യാസീർ കക്കോടിയും പ്രതികരിച്ചു. NCP-യെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ 3 സീറ്റാണ് പാർട്ടിക്കുള്ളത്. അതിൽ എത്രയോ വർഷങ്ങളായി ഇദ്ദേഹം തന്നെ ഒരു MLA-യും മന്ത്രിയായി ഞങ്ങൾ പാസ്സാക്കി. എങ്കിൽ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തെ ആളുകൾ പോലും ഇദ്ദേഹം അധികാരത്തിൽ കടിച്ചു തൂകുന്ന ഒരു പ്രവണത കണ്ടപ്പോൾ ഇദ്ദേഹത്തോടുള്ള ആ മതിപ്പ് ഇപ്പോൾ പല ആളുകൾക്കും കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇതെന്ന് പറഞ്ഞാൽ കേരളം ഒട്ടാകുള്ള ആളുകൾ പങ്കെടുത്ത ഒരു യോഗമായിട്ട് കണ്ടത് ഫോട്ടോ കാണുമ്പോൾ തോന്നുന്നത് നമ്മളെ യൂത്തിനെ ബന്ധപ്പെട്ട ഒരാളും ആ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. യൂത്തിൻ്റെ ഭാരവാഹികൾ ആരും പങ്കെടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇതിന് കർശന നടപടി എടുക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഏകകണ്ഠമായിട്ട് ബ്ലോക്ക് കമ്മിറ്റി തീരുമാനമെടുത്തതും ഇന്നത്തെ കൂടിയ മീറ്റിംഗ് തീരുമാനമെടുത്തതും മുക്കം മുഹമ്മദിന് അവസരം കൊടുക്കണം, അദ്ദേഹം മത്സരിക്കണമെന്നാണ് വിചാരിക്കുന്നത്. നിഖിൽ പരമേഷ് ആയിരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ജില്ലാ കമ്മിറ്റി കൂടുന്നു, ശശീന്ദ്രനെതിരെ പ്രമേയം പാസ്സാക്കുന്നു. അതിനുശേഷം മണ്ഡലം കമ്മിറ്റി കൂടുന്നു, ശശീന്ദ്രൻ മത്സരിക്കണമെന്ന് പറയുന്നു. അതിനുശേഷം ബ്ലോക്ക് കമ്മിറ്റി പറഞ്ഞിട്ട് അധികാരത്തിൽ ഇങ്ങനെ സീറ്റിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കരുത്, ഇറങ്ങിപ്പോ എന്ന് അരവിന്ദൻ കാക്കൂർ എന്ന ഒരു നേതാവ് പറയുന്നു. NCP വല്ലാത്തൊരു പാർട്ടി തന്നെ. നിഖിൽ, തീർച്ചയായിട്ടും ഹാഷ്മി കൃഷ്ണ, ഗുഡ് മോർണിംഗ്. ഒരു ചെറിയ പാർട്ടി ആകെയുള്ള 3 സീറ്റ്, വിജയിക്കുന്ന 2 സീറ്റ്, അതിലൊരു സീറ്റിലാണിപ്പോൾ വലിയ കലഹം സംഭവിക്കുന്നത്. AK ശശീന്ദ്രൻ ഇത്തവണ മാറി നിന്നേ പറ്റൂ എന്നുള്ളതാണ് പൊതുവിൽ ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ ദിവസം ജില്ലാ നിർവാഹക സമിതി യോഗം ചേർന്നപ്പോൾ 83 പേരിൽ 80 പേരും ആവശ്യപ്പെട്ടത് AK ശശീന്ദ്രൻ ഇനി അധികാരത്തിൽ കടിച്ചു തൂങ്ങരുത്, അദ്ദേഹം മാറി നിൽക്കണം, നിലവിലത്തെ അധ്യക്ഷൻ മുക്കം മുഹമ്മദിന് അവസരം നൽകണം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു യോഗം ഇവിടെ ചേർന്നിരുന്നു. അത് ശശീന്ദ്രൻ അനുകൂലികളുടെ ഒരു യോഗമായിരുന്നു. ആ യോഗത്തിൽ, അതിനെ വിമത യോഗം എന്നാണ് ഇപ്പോൾ ഈ ബ്ലോക്ക് ഭാരവാഹികളൊക്കെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ആ യോഗത്തിൽ AK ശശീന്ദ്രൻ തന്നെ തുടരണം എന്നുള്ളൊരു ആവശ്യം ഒരു വിഭാഗം ഉന്നയിക്കുമ്പോൾ ആ യോഗത്തെ തന്നെ തള്ളുകയാണ് ഇപ്പോൾ ഈ യോഗം ചേർന്നു എന്ന് പറയപ്പെടുന്ന ബ്ലോക്ക് കമ്മിറ്റി. അവർ പറയുന്നത് പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ, ഇതിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ആളുകളെ ഒന്നും ഉൾപ്പെടുത്താതെയാണ് ഈ യോഗം ചേർന്നത്. അതുകൊണ്ട് അതൊരു വിമത യോഗമായി മാത്രമേ കണക്കാക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ബ്ലോക്ക് സെക്രട്ടറി അരവിന്ദൻ കാക്കൂർ പറയുന്നത് ശശീന്ദ്രൻ ഇനിയും എലത്തൂർ സീറ്റിൽ കടിച്ചു തൂങ്ങരുത് എന്നുള്ളതാണ്. 7 തവണ മത്സരിക്കുകയും 6 തവണ വിജയിക്കുകയും, അതായത് 30 വർഷം നിയമസഭയിൽ ഇരുന്ന, 10 വർഷം മന്ത്രിയായിരുന്ന വ്യക്തിയാണ് AK ശശീന്ദ്രൻ. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇനി പുതിയ ആളുകൾക്ക് വഴിമാറി കൊടുക്കണം. അദ്ദേഹത്തോടുള്ള താല്പര്യം ഇപ്പം NCP-യിൽ നിന്ന് മാത്രമല്ല CPM-ലെ ആളുകൾക്ക് പോലും, വോട്ടർമാർക്ക് പോലും കുറയുകയാണ്. ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഒട്ടും തന്നെ ഇല്ലാതെയാകും. ഇനി എലത്തൂരിൽ കൂടി പാർട്ടി തോൽക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ആ സീറ്റ് കൂടി CPM തിരിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള ഒരു സീറ്റ് കൂടി നഷ്ടപ്പെടുന്ന അവസ്ഥ കൂടി ഉണ്ടാകും. അത്തരമൊരു അവസ്ഥ ഉണ്ടാക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. ഇനിയും മാറി നിന്നില്ലെങ്കിൽ പാർട്ടിയിലെ യുവജനങ്ങൾക്കടക്കം അത് വലിയ മനോവിഷമം ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ ഈ ശശീന്ദ്രനെ അനുകൂലിച്ചുകൊണ്ട് ചേർന്നത് ഒരു വിമത യോഗമാണ് എന്നുകൂടിയാണ് പറഞ്ഞു വെക്കുന്നത്. നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇപ്പോൾ AK ശശീന്ദ്രൻ അവിടെ സീറ്റ് നൽകിയിട്ടില്ലെങ്കിൽ, എലത്തൂരിൽ സീറ്റ് നൽകിയിട്ടില്ലെങ്കിൽ, ഇപ്പോൾ പൊതുവികാരം അദ്ദേഹത്തിന് എതിരാണ് എന്നുള്ളതുകൊണ്ട് തന്നെ സീറ്റ് നൽകിയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ പാർട്ടി ഇനിയും പിളരാനുള്ള ഒരു സാധ്യത വരെ മുന്നിൽ കാണുന്നുണ്ട്. ഒരു വലിയ വിഭാഗം പാർട്ടി വിടാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് സീറ്റ് നൽകുകയാണെങ്കിലും സമാനമായിട്ടുള്ള സാഹചര്യം തന്നെ അവിടെ ഉണ്ടാകും. അവിടുത്തെ ഒരു പ്രബല വിഭാഗം മാറി നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹാഷ്മി കൃഷ്ണ. ഓക്കെ, നിഖിൽ പരമേഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ശശീന്ദ്രൻ ഇനിയും കടിച്ചു തൂങ്ങരുത്, ഇത്രയധികം നാൾ മത്സരിച്ചതാണ്, അപ്പോൾ പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കുക എന്ന് പറയുകയാണ് അവിടുത്തെ യുവാക്കളടക്കമുള്ളവർ. സീറ്റ് കൊടുത്താലും ഇല്ലെങ്കിലും പിളർച്ച സാധ്യതയാണ് നിഖിൽ പറയുന്നത്. വാണിനാഥ് പറയുന്നത് അറിയോ, സീറ്റിന് വേണ്ടിയുള്ള പിടിവലിക്കിടെ രാഷ്ട്രീയ പാർട്ടിക്കാർ ഒരു കാര്യം പറഞ്ഞു, ജനങ്ങൾ നിങ്ങൾ ആരെ നിർത്തിയാലും ഞങ്ങൾ തീരുമാനിക്കും ആരെ ജയിപ്പിക്കണമെന്ന്, നിങ്ങൾ കാണിക്കുന്ന കോപ്രായങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു മുന്നറിയിപ്പായി വാണി എന്നൊരു വോട്ടറുടെ പ്രതികരണത്തെ കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.